എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വാഴയ്ക്ക ബജിയാണ്. അതിൻ്റെ കൂടെ വഴുതിന ബജിയും കൂടെ തയ്യാറാക്കുന്നുണ്ട്. ഈ ബജി നല്ല ചൂടോടുകൂടെ കഴിക്കാനാണ് ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബജി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ബജി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 വാഴക്കായാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതിനെ ബജിക്കായ എന്ന് പറയും. അപ്പോൾ ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞ് കഴുകിയെടുക്കാം. വാഴക്കായുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വളരെ തിന്നായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ 2 വഴുതിന കൂടി ഇതുപോലെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബജിക്ക് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. മാവ് തയ്യാറാക്കാൻ കടലമാവാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് കടലമാവിന് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരിപ്പൊടി എടുത്തിട്ടുള്ള ഈ ഒരു കപ്പിലാണ് ഞാൻ കടലമാവ് അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ഞാൻ നിറയെ എടുത്തിട്ടില്ല, ഇത്തിരി ഒന്ന് കുറവാണ്. അപ്പോൾ ഈ അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇത്തിരി ഒരു എരിവിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട്. ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഒരു ബേക്കിംഗ് സോഡ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്, ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ വേണം. അതൊരു ഏകദേശം 1 ടേബിൾ സ്പൂണോളാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കുഴക്കാതിരിക്കുക. കാരണം എല്ലാം കൂടെ വെള്ളം അധികമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മെല്ലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ മാവ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മൾ ഏത് ബജി ആയാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ എപ്പോഴും ബജി ആയാലും പഴംപൊരി ആയാലും ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു ലെവലിൽ നിങ്ങൾ മാവ് തയ്യാറാക്കുക. ഇനി നമുക്ക് എണ്ണ ചൂടാവാൻ വേണ്ടി വയ്ക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ബജി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് മുങ്ങിക്കിടക്കാവുന്നത്ര രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് അത് നല്ല കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എണ്ണയൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം. വാഴക്കായ നമ്മുടെ മാവിൽ മുക്കിയെടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഇത്തിരി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 2 സൈഡും നന്നായിട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് വാഴക്കായും വഴുതനയും മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുക്കാം. വാഴക്ക ബജിയും വഴുതിന ബജിയും തയ്യാറായി കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് ഇതേ ഒരു മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് മുളക് ബജി, ഉരുളക്കിഴങ്ങ്, ഉള്ളി ഇതൊക്കെ വെച്ചിട്ട് ബജി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ മാവ് തയ്യാറാക്കിയെടുക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബജി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഈ ബജികളിലെ വഴുതിന ബജി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് തൊട്ട് ഇങ്ങോട്ട് വഴുതിന ബജിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻസ് അറിയിക്കുക. താങ്ക് യു.